ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ സെന്ററിലുള്ള അബിയുടെ പെങ്ങളുടെ നിശ്ചയത്തിന് പോവാണ് കേട്ടോ. പുത്തൂർ പള്ളിക്കലാണ് വീട്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിശ്ചയത്തിൻ്റെ കുറച്ച് എൻഗേജ്മെൻറ്റിൻ്റെ കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് കിട്ടിയത് ഈ ഒരു ഭാഗം മാത്രമാണ്. അവർ കേക്ക് കട്ട് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെയാണ്. നമ്മൾ മുകളിൽ ഇരുന്നിട്ട് എടുത്തതാണ്. ഞങ്ങൾ കൂടെയുള്ള ലേഡീസ് എന്ത് ചെയ്ത് മുകളിൽ പോയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവർ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അപർണയാണ് ആ കൈ കൊണ്ട് കാണിച്ചത്. മുന്നിലുള്ളത് ആദിത്യ, അഞ്ജന, ഐശ്വര്യ, അങ്ങനെ പിന്നെ ഞാനും. ഞങ്ങളായിരുന്നു പെൺകുട്ടികളുടെ ഉള്ള ആ ഒരു ഗ്യാങ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ആ കേക്കൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ണനും കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് വർത്താനം പറയണത് ഇതൊക്കെ കണ്ണനാണ് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ അവിടെ ആസ്വദിച്ച് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഫോട്ടോ സെക്ഷനായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെടുക്കുന്നത് നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. വീണ്ടും കേക്കൊക്കെ കൊണ്ടുതരികയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതാണ് അബി. ആ റെഡ് ഷർട്ട് ഇട്ടതാണ് അബി. ബ്രൗൺ ഷർട്ട് ഇതാണ് അബി. ഇവൻ്റെ പെങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ലഗോൺ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കൻ കടായി, പിന്നെന്താ ബ്രോസ്റ്റ് കേട്ടോ. വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ ആണല്ലോ. സൺഡേ എനിക്ക് സാധാരണ ഡയറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം കഴിക്കും കേട്ടോ. അത്യാവശ്യം ചോറൊക്കെ വിളമ്പി ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. കണ്ണന് വിളമ്പി കൊടുത്തു. ഫ്രൈഡ് റൈസും എല്ലാത്തിനും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ കഴിച്ചിട്ട്, നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോസ് എടുത്ത് തരുന്നത് ആദിത്യൻ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡിനെ പറ്റി പറയണമെങ്കിൽ പറയാൻ വാക്കുകളൊന്നുമില്ല. അത്ര ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കല്യാണപ്പെണ്ണ് എന്ത് ചെയ്തു, നമുക്ക് മിഠായി ഒക്കെ കൊണ്ട് തന്നു കേട്ടോ. ആൾ ഭയങ്കര നാണക്കാരിയെന്ന് തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ നിന്നില്ല, വേഗം പോയി. പിന്നെ അതാ നമ്മുടെ ടീം തന്നെയാണ് ഫുഡ് സപ്ലൈ ഒക്കെ ചെയ്യുന്നത്. അവിടെ ഏത് മൂലയ്ക്ക് നോക്കിയാലും വിന്നേഴ്സിലൊരു കുട്ടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 5 തരത്തിലുള്ള ടീ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം എന്താ പറയുക, പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ജിഞ്ചർ ഉണ്ട്, പിന്നെന്താ ഇറാനി ടീ വിത്തൗട്ട്, അങ്ങനെ തുടങ്ങി കുറച്ച്. പിന്നെന്താ ലെമൺ ടീ, ഓറഞ്ച് ടീ, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാഷൻ ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് ടീയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചാൽ പിടിച്ചാൽ രണ്ടെണ്ണം കത്തി അടിച്ചാണ് അവിടെ. ഒരു ഉപകാരം ഇല്ലാതെ നമുക്ക്. ഞാൻ പറയും, ഞാൻ വേറെ പ്രത്യേകം പറയും. സംഭവം ഒരു മനസ്സിലാക്കിയേ നമ്മൾ വീഡിയോ എടുക്കണം ജിത്ത് മല്ലനായിട്ട് അവന്റെ കളി കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഓനാണ് ഫുള്ള് വിളമ്പി കൊടുക്കണമെന്ന്. ആ നോക്കിയിരിക്കണം അവിടെ. ജിത്ത് വേസ്റ്റ് കേട്ടോ. അവിടെ ജിത്തുവിന്റെ കളി കണ്ടാ തോന്നുന്നു ഓനാ ഫുള്ള് വിളമ്പി കൊടുക്കണമെന്ന്. എല്ലാ ഭാഗത്തും കണ്ടെത്തുന്നുണ്ട്. അമ്മാവൻ ജിത്തു അതികഠിനമായ കട്ടുതന്ത്രമായി ആനന്ദ് കാണ്ടി കോഴിക്കോടൻ ബാബ ഓൺ സ്പോട്ട് മാസമായി പണിക്കുന്ന ഒരേ ഒരാൾ ഷോബിയെ സമീപിക്കുക. ശകുന്തളക്ക് പഠിക്കുന്ന ചിനിച്ചേട്ടൻ വിനിച്ചേട്ടൻ ഓൺ ദ ഫ്ലോർ ഓൺ പ്രോസസ്. ഇത് അബിയുടെ അമ്മാവനാണ് കേട്ടോ. മാക്സിമം എല്ലാവരെയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ മുങ്ങാൻ നോക്കി പിടിച്ച് വെച്ച് നമ്മൾ അവരൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ടീ കുടിക്കുന്ന തിരക്കിലാണ് ഇവരെല്ലാവരും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അബി നല്ല തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ സുജിത്തും ശരത്തുമാണ്. ശരത്ത് മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ആൾക്കാർ കാണിക്കുമല്ലോ. അങ്ങനെ ഷോബിൻ ഒക്കെ ഉണ്ട്. മറ്റാളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മുടെ ടീം മൊത്തം ഉണ്ട്. ഇവിടെ നോക്കി ഇത് വിന്നേഴ്സ് ടീമിന് വേണ്ടി വെച്ചൊരു നിശ്ചയം പോലെ ഉണ്ട് കേട്ടോ. എൻഗേജ്മെൻറ്റ് വിന്നേഴ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി വെച്ച പോലെ ഉണ്ട്. ഏത് മുക്കിലും മൂലയിലും വിന്നേഴ്സിലുള്ള കുട്ടികളാണുള്ളത്. അജോ ആണ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന അജോ ആണ് കേട്ടോ അത്. പിന്നെ ഇതാണ് നമ്മുടെ തരുണിമണികൾ പരസ്യമായിട്ട് മേക്കപ്പ് ചെയ്യുക കേട്ടോ. ഒരു കുറവുമില്ല. എന്ത് ഡീസൻ്റ് ആയിട്ട് അവർ മേക്കപ്പ് ചെയ്യണ. ഞമ്മക്ക് പിന്നെ കല്യാണ വീടായാലും എൻഗേജ്മെന്റ് വീടായാലും എന്തായാലും ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെയൊക്കെ തന്നെ. ഞാൻ പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. പിന്നെ നേരെ പോയത് ആൺകുട്ടികൾ കഴിക്കുമ്പോൾ ഉള്ളതാണ്. ലാസ്റ്റാണ് അവിടെ അവരിരുന്നുണ്ടായിരുന്നത്. സപ്ലൈക്കൊക്കെ അവർ തന്നെ മുന്നിലുണ്ടായിരുന്നു കേട്ടോ, ഫുഡ് എടുത്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ അതിന് ശേഷം അവസാനമാണ് അവർ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ പോയി അവരെ കുറേ ഊക്കി വിട്ടു, വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അർജുൻ കൃഷ്ണൻ എന്ന മഹാനാണത്. തിന്നേക്ക് വായിലിടാൻ നമ്മൾ പോകില്ല. കിട്ടുക്ക കിട്ടി അല്ല കിട്ടുവോ? കൊറേ നേരം അമ്മമാര് നിൽക്കണം. മതി അവിടെ ഇവിടെ വിളമ്പ്. വാവേ അങ്ങനെ എന്നെ കൊണ്ട് വെള്ളമൊക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ വെറുതെ നിൽക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തു തരാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആഷിക്ക്. അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. എല്ലാവരും കാര്യമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ചില ആൾക്കാർക്കൊക്കെ ഫ്രെയിമിൽ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെയുള്ളവർ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാ ശരത്ത് ഇതുവരെ മുഖം മറച്ചിട്ടായിരുന്നു. ഇതാണ് ശരത്തിൻ്റെ റിയൽ ഫേസ്. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് കൂടെ അതിലിരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെയാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പോവാണ്, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.